അർദ്ധവാർഷിക പരീക്ഷ 8ാം ക്ലാസ് ലിസാനുൽ ഖുർആൻ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മോഡൽ ചോദ്യപേപ്പറും പരിചയപ്പെടുത്തുന്ന വളരെ യൂസ്ഫുള്ളായ ഉപകാരപ്രദമായ നല്ല വീഡിയോ ആണ്. മുഴുവനായി തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മുഴുവൻ കണ്ടു കഴിയുന്നതിലൂടെ പാഠഭാഗത്തെക്കുറിച്ച് ലിസാനിൽ വരുന്ന വിഷയങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് നല്ല ഐഡിയ ലഭിക്കുകയും പരീക്ഷ എളുപ്പമാവുകയും ചെയ്യും. നല്ല മാർക്ക് വാങ്ങുകയും ചെയ്യാം. ചോദ്യപേപ്പറിലേക്ക് വരുമ്പോൾ ഒന്നാമത്തത് നൂസിലു ബിൽ മുനാസിബി, യോജിച്ചത് ചേർത്തി കൊടുക്കാനാണ്. ഒന്നാമത്തത് നെഹ്നു, നമ്മൾ, നർസുഖുഹും, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, വയ്യാക്കും, നിങ്ങൾക്കും ഭക്ഷണം നൽകുന്നു. രണ്ടാമത്തത് അൽ ഉമ്മു, ഉമ്മ, തൻസഹു, നസീഹത്ത് ചെയ്യുന്നു, ഉപദേശം നടത്തുന്നു, ഔലാദഹ, അവളുടെ മക്കളോട്. അപ്പോൾ ഉമ്മ ആയതുകൊണ്ടാണ് തൻസഹു എന്ന് വന്നത്. നേരെ മറിച്ചത് ഉപ്പയാണെങ്കിൽ യൻസഹു ആണ്. മൂന്നാമത്തത് വറഅയ്തന്നാസ, ജനങ്ങളെ നീ കാണും, യദ്ഖുലൂന, അവർ പ്രവേശിക്കുന്നതായിട്ട് കാണും. ഇപ്പോൾ ജനങ്ങൾ ഒരുപാട് ആളുകൾ ഉള്ളത് കൊണ്ടാണ് യദ്ഖുലൂന എന്ന് വന്നത്. ഫി ദീനില്ലാഹി, അള്ളാഹുവിൻ്റെ മതത്തിൽ. നാലാമത്തത് നുസിറൽ മുസ്ലിമൂന, മുസ്ലിമീങ്ങൾ സഹായിക്കപ്പെട്ടു, ഫി ഒസ്വത്തി ബദർ, ബദർ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾ സഹായിക്കപ്പെട്ടു. അഞ്ചാമത്തത് ജുഇലത്തിൽ അർളു, മജ്ഹൂൽ കൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. ജുഇലത്ത് എന്ന് പറയാൻ കാരണം അർള് എന്നുള്ളത് ഒരു സ്ത്രീലിംഗ പദത്തിൻ്റെ മേൽ അറിയിക്കുന്നതാണ്. അതുകൊണ്ടാണ് ജുഇലത്ത് എന്ന് പറഞ്ഞത്. പിന്നെ കൂട്ടി വായിക്കുമ്പോൾ ജുഇലത്തിൽ അർളു എന്ന് പറയുന്നതാണ്. ശരിക്കത് ജുഇലത്താണ്. ജുഇലത്തിൽ അർളു കുല്ലഹ തുഹൂറൻ, ഭൂമിയെ മുഴുവനായും ശുദ്ധിയാക്കപ്പെട്ടു, എവിടുന്ന് വേണമെങ്കിലും നിസ്കരിക്കാം എന്നുള്ള നിലക്ക് ശുദ്ധമാക്കപ്പെട്ടു. ആറാമത്തത് കുസിഫത്തി ഷംസു വൽ കമറു, കുസിഫത്ത് ഗ്രഹണം ബാധിച്ചു, അഷംസു വൽ കമറു, സൂര്യനും ചന്ദ്രനും ഗ്രഹണം ബാധിച്ചു. അതും മുഅന്നസിൻ്റെ മേൽ അറിയിക്കുന്ന പദമായതുകൊണ്ടാണ് കുസിഫത്ത് എന്ന് കൊടുത്തത്. ഇനി ഇംറഅത്താനി, രണ്ട് സ്ത്രീകൾ വന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് രണ്ടെണ്ണത്തിനോട് യോജിച്ചതാണ് വരേണ്ടത്. ലബിസത്ത, ലബിസ, ലബിസ, ലബിസു, ലബിസത്ത്, ലബിസത്ത, അവർ രണ്ടുപേരും ധരിച്ചു. ഹിമാറഹുമ, അവർ രണ്ടുപേരുടെയും മുഖമക്കനയെ ധരിച്ചു. അത്തുല്ലാബു, വിദ്യാർത്ഥികൾ, ഒരുപാടെണ്ണമുണ്ട്. അപ്പോൾ ഒരുപാടെണ്ണത്തിൻ്റെ മേൽ അറിയിക്കുന്ന പദമാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഖറജു, കണ്ടില്ലേ, ഖറജു, അവർ ഒരുപാട് പേർ പുറപ്പെട്ടു എന്നതിനാണ് ഖറജു പറയുക. ഖറജ പറഞ്ഞ ഒരാൾ പുറപ്പെട്ടു, ഖറജ രണ്ടാൾ പുറപ്പെട്ടു, ഖറജു ഒരുപാട് ആണുങ്ങൾ പുറപ്പെട്ടു. മിൻ സുഫൂഫിഹിം, അവരുടെ സഫുകളിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് നമ്മൾ ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത് യോജിപ്പിക്കേണ്ടത്. അതിനാദ്യം നമ്മൾ പഠിച്ചു വെക്കേണ്ടത് ഓരോന്നും സർഫാക്കാൻ നമുക്കറിയുക എന്നുള്ളതാണ്. സർഫാക്കാൻ അറിഞ്ഞാൽ മാത്രം പോരാ, അത് ആദ്യത്തെ 3 ലൈന് ആണുങ്ങൾക്കുള്ളതാണ്, അതും സ്ഥലത്തില്ലാത്ത. രണ്ടാമത്തത് പെണ്ണുങ്ങൾക്കുള്ളതാണ്, സ്ഥലത്തില്ലാത്തത്. മൂന്നാമത്തത് ആണുങ്ങൾക്കുള്ളതാണ്, സ്ഥലത്തുള്ളത്. പിന്നെ വരുന്ന ലൈന് 3 ലൈന് സ്ഥലത്തുള്ള സ്ത്രീകൾക്കുള്ളതാണ്. പിന്നെ ഫഅൽതു, ഞാൻ ചെയ്തു, ഫഅൽന, ഞങ്ങൾ ചെയ്തു, അത് മുത്തക്കല്ലിമിനുള്ളതാണ്. ഇതിൻ്റെ മുലാരിയും യഫ്അലു, യഫ്അലാനി, യഫ്അലൂന, ആദ്യത്തെ 3 ആണുങ്ങൾക്ക്. ഇതുപോലെ ആ നേരത്തെ പറഞ്ഞ അതേ പ്രകാരം അഫ്അലു, ഞാൻ ചെയ്തു, നഫ്അലു, ഞങ്ങൾ ചെയ്തു, ഇത് മുത്തക്കല്ലിമിനുള്ളതാണ്. അപ്പോൾ ഇത് പഠിച്ചു വെച്ചവർക്ക് ബ്രാക്കറ്റിൽ നിന്ന് എടുത്തെഴുതാൻ വളരെ എളുപ്പമായിരിക്കും. എടുത്തെഴുതുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഏകവചനമാണോ ബഹുവചനമാണോ, ആണാണോ പെണ്ണാണോ, ഇതൊക്കെ നോക്കി കൃത്യമായി ഉറപ്പ് വരുത്തിയിട്ട് മാത്രം എഴുതുക. അല്ലെങ്കിൽ എളുപ്പം നമ്മുടെ മാർക്ക് നഷ്ടപ്പെടും. ലിസാനാണ്, ചെറിയ തെറ്റിന് വലിയ മാർക്ക് നഷ്ടപ്പെടും, ശ്രദ്ധിക്കുമല്ലോ. ഇനി രണ്ടാമത്തത് നുക്മിലുൽ ജദ്വല, പട്ടിക പൂർത്തിയാക്കാനാണ്. അതിനു മുമ്പ് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഞങ്ങൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സബ്സ്ക്രൈബാണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. വീഡിയോക്ക് ഒരു ലൈക്ക് ഇപ്പോൾ തന്നെ കൊടുക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ അൽഹംദുലില്ലയോ താങ്ക്സോ മറ്റോ എഴുതി അറിയിക്കുകയും ചെയ്യുക. നമുക്ക് വായിക്കാം. അഫ്ആൽ എന്ന് പറഞ്ഞാൽ ഫീലുകളാണ്. അൽഫാൽ എന്ന് പറഞ്ഞാൽ അതിലെന്തൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ അറബിയിൽ എഴുതുന്നതാണ് ഈ അൽഫാൽ എന്ന് പറയുന്നത്.
ലമാഇർ എന്ന് പറഞ്ഞാൽ അതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ലമീറുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആദ്യത്തെ 3 ആണുങ്ങൾക്കാണെന്നുള്ളത്. അതിൽ ഒന്നാമത്തത് ഒരാണിനുള്ളതാണ്, അതും സ്ഥലത്തില്ലാത്ത. അപ്പോൾ ആ സ്ഥലത്തില്ലാത്ത ഒരാണിന് അറബിയിൽ എന്താ പറയുക? ഹുവ എന്നുള്ളതാണ് അതിൻ്റെ ലമീർ പദം അറിയിക്കുന്നത്. ഇനി 2 സ്ഥലത്തില്ലാത്ത ആണുങ്ങൾക്ക് പദം അറിയിക്കുന്നത് എന്താണ്? ഹുമ എന്നുള്ളതാണ്. ഒരുപാട് സ്ഥലത്തില്ലാത്ത ആണുങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലൂടെ ചെറിയ രൂപത്തിലുള്ള സൂചനാ വേർഡ് എന്താണ്? ഹും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ അതാണ് ലമീർ എന്ന് പറയുന്നത്, അതിലൊളിഞ്ഞിരിക്കുന്ന ലമീർ. ഇനി നമുക്ക് ഫീലുകൾ വായിക്കാം. എഫലു അവിടെ കൊടുത്തിട്ടുണ്ട്. എഫലു നമുക്കൊക്കെ അറിയാം മുലാരി ആണ്, മുലാരിയിൽ നിന്നുള്ള ആദ്യത്തേതാണ്. അപ്പോൾ ആദ്യത്തെ ലൈനൊക്കെ ആണുങ്ങൾക്കുള്ളതാണ്, സ്ഥലത്തില്ലാത്തതാണ്. മുദക്കർ ആണാണ്, വാഹിദ് ഒന്നാണ്, ഓയിബ് സ്ഥലത്തില്ലാത്തതാണ്, മിനൽ മുസ്തഖ്ബിലാണ്, ഇത് മുസ്തഖ്ബിലായ ഫീലല്ലേ, അതിന് മിനൽ മുസ്തഖ്ബിൽ എന്ന് എഴുതിയാൽ മതി. പിന്നെ മഅറൂഫാണ്, ഇത് പ്രവർത്തിച്ചയാളെ അറിയപ്പെടുന്നതാണ്. പ്രവർത്തിച്ച ആളെ അറിയപ്പെടുമ്പോഴാണല്ലോ മഅറൂഫാകുന്നത്. നേരെ മറിച്ചത് യുഫ്അലു ആണെങ്കിലോ, യു ആണെങ്കിൽ മജ്ഹൂലാണ്. അതേ പ്രകാരം തന്നെ ഫഅല മാറി ഫുഇലയാണെങ്കിൽ അപ്പോഴും മജ്ഹൂലാകും. പിന്നെ മുസ്ബത്താണ്, കാരണം ലാ യഫ്അലു എന്നല്ലല്ലോ വന്നത്. ലാ യഫ്അലു വന്നാൽ അത് മൻഫിയാകും. ലാ വന്നാൽ ഇല്ല, പ്രവർത്തിച്ചില്ല. ഇല്ല എന്നുള്ള അർത്ഥം വന്നാൽ അത് മുസ്ബത്ത് മാറി മൻഫിയാകും. ഇല്ല എന്നുള്ള അർത്ഥം ഇല്ലാത്തപ്പോഴൊക്കെ അത് മുസ്ബത്തായിരിക്കും. അത് നോക്കിയാൽ മതി. അതിലില്ല എന്നുള്ള അർത്ഥമുണ്ടോ എങ്കിൽ അത് മൻഫി ആയിരിക്കും. ഇനി ഇല്ല എന്നുള്ള അർത്ഥം ഇല്ലെങ്കിൽ മുസ്ബത്തായിരിക്കും. അഥവാ കാര്യം നടക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നു. അതിലുള്ള ലമീർ ഏതാണ്? ഹുവയാണ്. ഇതുപോലെ ബാക്കിയുള്ളതിനൊക്കെ നമ്മൾ പൂരിപ്പിക്കാനാണ്. രണ്ടാമത്തത് യഫ്അലൂനയാണ്. യഫ്അലൂനയാണ്, ജം ആണ്, ബഹുവചനമാണ്, അതും മുദക്കറാണ്, ആണാണ്. പിന്നെ ഓയിബ് സ്ഥലത്തില്ലാത്തതാണ്. യാ വരുന്നതൊക്കെ ഓയിബായിരിക്കും കേട്ടോ, മനസ്സിലാക്കി വെക്കുക. മിനൽ ഫീലിൽ മുലാരി, ഇത് മുലാരിയായ ഫീലിൽ നിന്നാണ്. മഅറൂഫാണ്, മുസ്ബത്താണ്. അപ്പോൾ നിങ്ങൾക്ക് മുലാരിയായ ഫീലിൽ നിന്ന് എഴുതാം, മിനൽ മുസ്തഖ്ബിലി എന്നും എഴുതാം. രണ്ടും ശരി തന്നെയാണ്. ഇനി ഫുഇലത്ത്. ഫുഇലത്ത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഫഅലയല്ല, ഫുഇല മജ്ഹൂലാണ്. അപ്പോൾ മുദക്കറാണ്, വാഹിദാണ്, ആണാണ്, പെണ്ണാണ്. ഫുഇൽത്ത എന്നാണ് കേട്ടോ. ഫുഇൽത്ത മുദക്കർ ആണാണ്, വാഹിദ് ഒന്നാണ്, ഹാലിർ സ്ഥലത്ത് ഉള്ളതാണ്. മിനൽ ഫീലിൽ മാലി, ഇത് മാലിയായ ഫീലാണ്. അൽ മജ്ഹൂൽ മജ്ഹൂലാണ്, മുസ്ബത്ത് മുസ്ബത്താണ്. ഇനി മാ ഫഅല. മാ ഫഅല പറഞ്ഞാൽ പ്രവർത്തിച്ചില്ല. അപ്പോൾ തന്നെ മനസ്സിലായി ഇല്ല എന്നുള്ളത്. ഇനി മുസ്ബത്ത് ഉണ്ടാവില്ല, അതിൽ നഫി ആയിരിക്കും വരിക. അൽ മുദക്കർ ഇത് ആണാണ്. പിന്നെ വാഹിദ് ഫഅല ഒന്നാണല്ലോ. വാഹിദ് സ്ഥലത്ത്, പിന്നെ ഓയിബ് സ്ഥലത്തില്ലാത്തതാണ്. മിനൽ ഫീലിൽ മാലി, മാലിയായ ഫീലിൽപ്പെട്ടതാണ്. മഅറൂഫാണ്, പക്ഷേ മൻഫിയാണ്, മുസ്ബത്തല്ല. ഈ മഅറൂഫ് മാറലെപ്പോഴാണെന്ന് മനസ്സിലായല്ലോ. ഫഅല മാറി ഫുഇലയാകുമ്പോഴാണ്. യഫ്അലു മാറി യുഫ്അലു ആകുമ്പോഴാണ് മഅറൂഫ് മാറി മജ്ഹൂലായി വരുന്നത്. ഇനി ഫഅലത എന്നുള്ളത് മുഅന്നസ് പെണ്ണാണ്. അതുപോലെ തന്നെ മുസന്ന രണ്ടെണ്ണത്തിൻ്റെ മേൽ അറിയിക്കുന്നതാണ്. ഓയിബു മിനൽ ഫീലിൽ മാലി, മാലിയായ ഫീലിൽ നിന്നുള്ള മറഞ്ഞതാണ്. അത് മഅറൂഫാണ്, പിന്നെ മുസ്ബത്തുമാണ്. അതിലൊക്കെയുള്ള ലമീർ ഹുമാ, ഹുവ, അൻത, ഹും എന്നുള്ളതാണ് ലമീറുകൾ. അപ്പോൾ ഇങ്ങനെ ഈ അൽഫാലുകൾ എഴുതാനുള്ള ഒരു ചോദ്യം ഉറപ്പായും പ്രതീക്ഷിക്കാം. അതുകൊണ്ട് യഫ്അലുവിൻ്റെ സർഫാക്കുന്ന മുഴുവനായിട്ടുള്ള 14 ഫഅലൻ്റെയും ഫുഇലൻ്റെയും യുഫ്അലുവിൻ്റെതൊക്കെ കൃത്യമായി പഠിച്ചു വെച്ചാൽ നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം. വളരെ എളുപ്പമാണ്. ആദ്യത്തെ 1-2 പഠിച്ചു വെക്കണ്ടല്ലോ. ബാക്കിയെല്ലാം ചെറിയ മാറ്റങ്ങൾ. ഒരാളുള്ളത്, രണ്ടാളുള്ളത്, ജംഇ, ഇത് മാറ്റം വരുത്താൻ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ മജ്ഹൂൽ, മഅറൂഫ്, അതുപോലെ തന്നെ മുസ്ബത്ത്, ഈ ചെറിയൊരു മാറ്റം വരുത്താനേ ഉണ്ടാവുള്ളൂ. പഠിച്ചു വെച്ചാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാം. ഇനി മൂന്നാമത്തത് നുതമ്മിമു പൂർത്തിയാക്കാനാണ്. അൽ ഇസ്മു, ഇസ്മ എന്ന് പറഞ്ഞാൽ ലഫ്ലുൻ പദമാണ്. ലഹു മഅനൻ മുസ്തഖിലുൻ, അതിന് സ്വന്തമായി അർത്ഥമുണ്ട്. വലാ യദുല്ലു, അത് അറിയിക്കുകയില്ല. അലാ സമാനിൻ, ഒരു കാലത്തിൻ്റെ മേൽ അറിയിക്കുകയില്ല. അപ്പോൾ കാലത്തിൻ്റെ മേൽ അറിയിക്കാതെ സ്വന്തമായി അർത്ഥമുള്ളതാണ് ഇസ്മ. രണ്ടാമത്തത് അൽ ഹറഫു. ഹറഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലഫ്ലുൻ ലൈസ ലഹു മഅനൻ, അതിനിക്ക് അർത്ഥമില്ല. ഇല്ലാ മാ ഗൈരിഹി, മറ്റൊന്നിൻ്റെ കൂടെ കൂടുമ്പോഴല്ലാതെ അർത്ഥമില്ലാത്തതാണ് ഹറഫിൽ വരുന്നത്. 3 യകൂനുൽ മാലി മഅറൂഫ്. മാലി മഅറൂഫ് മൻഫിയാകും. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ മുസ്ബത്ത് മാറി മൻഫി ആവൽ എങ്ങനെയാണ്? ബി ദുഖൂലി മാ ഫി അവലിഹി, അതിൻ്റെ ആദ്യത്തിൽ ഒരു മാ വന്നാൽ മതി. ഫഅല എന്നുള്ളതിൻ്റെ മുമ്പിൽ ഒരു മാ വന്നാൽ മാ ഫഅലയായി. അപ്പോൾ
പ്രവർത്തിച്ചു എന്നുള്ളത് പ്രവർത്തിച്ചില്ല എന്നുള്ള അർത്ഥത്തിലേക്ക് വരും. നാലാമത്തത് അൽ മജ്ഹൂലു. മജ്ഹൂൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിയലുൻ, ക്രിയയാണ്. ലം യുദ്കർ മഅഹു അൽ ഫായിലു. അതിനോട് കൂടെ പ്രവർത്തിച്ച ആളെ പറയപ്പെടുകയില്ല. ഫായിലിനെ പറയപ്പെടാതിരിക്കുമ്പോഴാണ് ക്രിയ മജ്ഹൂലാകുന്നത്. ഇപ്പോൾ നുസിറ, സഹായിക്കപ്പെട്ടു. ആരാണ് സഹായിച്ചത് എന്ന് പറയില്ല, സഹായിക്കപ്പെട്ടു എന്ന് പറയുള്ളൂ. ഇനി നാലാമത്തത് നുജീബ്, ഉത്തരം എഴുതാനാണ്. കൈഫ യുബ്നൽ മുലാരിയു. മുലാരിയിനെ എങ്ങനെയാണ് എടുക്കുക? അപ്പോൾ മാലിയെ നമുക്ക് മുലാരിയാക്കണം. ഫഅലയെ യഫ്അലു ആക്കാൻ വളരെ എളുപ്പമാണ്. ബി സിയാദത്തിൽ യാഇ അവി താഇ അവിൽ ഹംസത്തി അവിൻ നൂനി ഫി അവലിൽ മാലി. മാലിയുടെ തുടക്കത്തിൽ യാഓ താഓ ഹംസയോ നൂനോ അധികരിപ്പിക്കൽ കൊണ്ട്. അപ്പോൾ ഇത് മുലാരിൻ്റെ മുലാറയത്തിൻ്റെ അക്ഷരമാണ്. ഈ അക്ഷരങ്ങളെ തുടക്കത്തിൽ വർദ്ധിപ്പിച്ചു കൊടുക്കൽ കൊണ്ട് മാലിയെ മുലാരിയാക്കപ്പെടും. രണ്ടാമത്തത് കൈഫ യജ്അലുൽ മാലി അൽ മഅറൂഫ് മജ്ഹൂലൻ. നമ്മൾ നേരത്തെ പറഞ്ഞ മാലി മഅറൂഫ് എങ്ങനെയാണ് മാലി മജ്ഹൂലാക്കുക? ഫഅല എങ്ങനെയാണ് ഫുഇലയാവുക എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ബി ലമ്മി അവലിൽ മുതഹരിക്കി മിൻഹു. അതിൽ നിന്ന് ഹർക്കത്തുള്ളതിൻ്റെ ആദ്യത്തിൽ ലമ്മ് കൊടുക്കുക. ഫഅല എന്നുള്ളതിൽ ഫാക്ക് ഫൂ കൊടുക്കുക, ലമ്മ് കൊടുക്കുക. വ കസിരി മാ കബലൽ ആഖിരി. അവസാനത്തെ മുമ്പുള്ളതിനേക്ക് കസറും കൊടുക്കുക. ഫഅല, ആ എന്നുള്ളതിനേക്ക് കസർ കൊടുത്ത് ഈ ആക്കുക. അപ്പോൾ ഫുഇല. ഇങ്ങനെയാണ് മാലി മഅറൂഫിനെ മാലി മജ്ഹൂലാക്കുന്ന രൂപം. ഇനി അഞ്ചാമത്തത് നുസരിഫ്, സർഫാക്കാനാണ്. അതിലൊന്നാമത്തത് യഹ്ഫളു ആണ്. യഹ്ഫളു യഹ്ഫലാനി യഹ്ഫലുന, തഹ്ഫലു തഹ്ഫലാനി യഹ്ഫലുന. ഫുഇല ഫുഇല, ഫുഇലു മജ്ഹൂലാണ്. ഫുഇലത്ത് ഫുഇലത ഫുഇൽന. മൂന്നാമത്തത് ഫുഇൽതി ഫുഇൽതുമാ ഫുഇൽതുന്ന ഫുഇൽതു ഫുഇൽന. സർഫാക്കാൻ അറിയാതെ നമ്മൾ പരീക്ഷയ്ക്ക് പോയാൽ നമുക്കൊരു 15 മാർക്കെങ്കിലും നഷ്ടപ്പെടും. അതുകൊണ്ട് സർഫാക്കാൻ കൃത്യമായും ഓരോരുത്തരും നിർബന്ധമായും പഠിച്ചിരിക്കണം. യഫ്അലു യുഫ്അലു, ഫഅല ഫുഇല, ഇത്രയേ ഉള്ളൂ സർഫാക്കാൻ. ആകെ 4 ഉള്ളൂ. അതൊന്ന് നമ്മളെ പുസ്തകത്തിലുണ്ട്, നോക്കി പഠിക്കുക. ഇനി നുത്തർജിമു, പരിഭാഷപ്പെടുത്താനാണ്. അൽ ആലമു കുല്ലുഹു ഫാനിൻ വലാ യബ്ക അഹദുൻ ഇല്ലല്ലാഹു സുബ്ഹാനഹു വ തആല. ലോകം മുഴുവനും നശിക്കുന്നതാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ ഒരാളും അവശേഷിക്കുകയില്ല. റജഅ മുഹ്സിനുൻ മിനൽ മദ്രസത്തി വസല ഇലൽ ബൈത്തി. മുഹ്സിൻ മദ്രസയിൽ നിന്നും മടങ്ങുകയും വീട്ടിലേക്ക് എത്തുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. പാഠഭാഗത്തിൻ്റെ തെദ്രീബാത്തിൽ പ്രധാനപ്പെട്ട ഒരു 5-6 വിഷയങ്ങൾ പറയും എല്ലാ പാഠത്തിൻ്റെയും. അതൊന്ന് എല്ലാവരും വായിച്ച് അർത്ഥം മനസ്സിലാക്കി വെക്കുക. അതിൽ നിന്നായിരിക്കും ചിലപ്പോൾ മുത്തർജിമു എന്നുള്ള ചോദ്യം വരാൻ സാധ്യതയുള്ളത്. അതും കൂടെ എല്ലാവരും പഠിച്ചു വെക്കുക. അപ്പോൾ ഇതൊക്കെ വായിച്ചു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളത് മനസ്സിലായി. ഇനി മറ്റൊരു പേപ്പർ കൂടെ ഇതിൽ കൊടുക്കുന്നു, അത് നിങ്ങൾക്ക് തന്നെ നോക്കിയെടുക്കാവുന്നതേയുള്ളൂ. പരീക്ഷയ്ക്ക് വേണ്ടി കണക്കാക്കിയ മുഴുവൻ പാഠങ്ങളും നന്നായി നമ്മൾ ഓരോരുത്തരും പഠിക്കുക. സർഫാക്കാനുള്ളത്, അൽഫാദുകൾ, അതുപോലെ തന്നെ അർത്ഥങ്ങൾ, ഇതൊക്കെ പഠിച്ചാൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് 50 മാർക്ക് വാങ്ങാനും കഴിയും. അതുപോലെ തന്നെ ഇതിൽ പറയപ്പെട്ട ചോദ്യങ്ങളും ഇപ്പോൾ കാണുന്ന ചോദ്യപേപ്പറിലുള്ള ചോദ്യങ്ങളൊക്കെ ആവർത്തിച്ച് വരുന്നതിനെ ഇമ്പോർട്ടൻ്റ് ആയി കണ്ടുകൊണ്ട് മാർക്ക് ചെയ്ത് പഠിക്കുക. ഇനിയും നമുക്ക് നല്ല നല്ല വീഡിയോകൾ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടായ സബ്സ്ക്രൈബ് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഉപകാരപ്പെട്ടെങ്കിൽ താങ്ക്സോ മറ്റോ കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം.